ഈ വ്യക്തിയുടെ ആജ്ഞാശക്തി എല്ലാവർക്കും നല്ല ജോലി ഒഴിക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ ഉണ്ടാകും. അങ്ങനെയുണ്ട് നമ്മളുടെ ചില നേതാക്കന്മാരുടെ പേര് പറയാൻ നമ്മുടെ പൊളിറ്റിക്സ് പറയാൻ പാടില്ല. ചില നേതാക്കന്മാരുടെ സ്ഥിതി ആലോചിച്ചിരിക്കാൻ നല്ല നേതാക്കന്മാർ നല്ല വിനോദമായ നല്ല പഠിക്കും ഞങ്ങൾ പക്ഷേ ആജ്ഞാശക്തി ഇല്ലാതെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയാതെ ആജ്ഞാശക്തി ഒരു ഭരണാധികാരിക്ക് ഇതും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രശസ്തി വരിക എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിലാണ് പറയുന്നത്. അപ്പൊ അത് പത്താം ഭാഗത്തിലെ ദോഷകരമായ ജനസ്ഥിതി ഉണ്ടെങ്കിൽ പത്താം ഭാഗത്തില് ദോഷകരമായ ജനസ്ഥിതി കാണുകയാണെങ്കിൽ സൃഷ്ടി വരിക എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഈ വ്യക്തിക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടിയില്ല. അല്ലെങ്കിൽ അദ്ദേഹം എത്രത്തോളം ഉയർന്ന തലത്തിൽ നിന്ന് അവിടുന്ന് താഴെ പോകുന്ന സ്ഥിതി ഇതൊക്കെ പത്താം ഭാവം ആണ്. പത്താം ഭാവം നേരിട്ട് ദേവസ്ഥാനവുമായിട്ടാണ് ബന്ധം, നാലാം ഭാവവുമായിട്ടാണ് ബന്ധം. അപ്പൊ നാലാം ഭാവം എത്രത്തോളം സ്ട്രോങ് ആണ് എന്നറിയാം പത്താം ഭാവത്തിൽ സൂചനയുണ്ട്. വീടൊക്കെ മാറി താമസിക്കുന്നത് സ്ഥിരമായിട്ട് വാടക വീട്ടിൽ താമസിക്കേണ്ടി വരും. അപ്പൊ നാലാം ഭാവം മാത്രം നോക്കിയത് പത്താം ഭാവത്തിൽ പത്താം ഭാവത്തിൽ നമ്മളുള്ള വ്യക്തി എന്താണ് എന്നത് നമ്മൾ നോക്കണം. ദൈവവുമായിട്ട് ബന്ധം ഇയാൾ ഈ വീട്ടിൽ തന്നെ താമസിക്കുമോ ദൂരേക്ക് കൂടുതൽ അധികാരികളുമായിട്ടുള്ള ബന്ധം രാജകീയ ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെയാണ് സമൂഹത്തിലെ അധികാരമുള്ള ആൾക്കാർ മന്ത്രിമാര് അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായി ആചാര്യന്മാരെ കാണിച്ചിരുന്നത് പത്താം ഭാവം പലതും ഉൾക്കൊള്ളുന്ന ഒരു ഭാവം എന്ന് പറയുന്നത് ജീവിതത്തിലെ കേന്ദ്ര ഭാവങ്ങളിൽ ഒന്നാണ് ജന്മസ്ഥാനം കർമ്മസ്ഥാനം എന്നൊക്കെ പറയുന്ന പത്താം ഭാവം. രണ്ടാം ഭാവാദികളും പത്താം ഭാവാദികളുമായിട്ട് വന്നു വരുമ്പോഴത്തേക്ക് തലത്തിനെ കുറിച്ച് പറയാൻ ഏത് തരത്തിലുള്ള വരുമാനം ഉണ്ടാവും. മൂന്നാം ഭാവവും പത്താം ഭാവമായിട്ട് ബന്ധപ്പെടുന്ന സഹോദരങ്ങളുള്ള ബന്ധം അതെങ്കിലും ഉണ്ടാവും അറിയേണ്ടത്. നാലാം ഭാവമായിട്ട് ബന്ധപ്പെടുന്ന വീട്ടിൽ നിന്നുള്ള തൊഴിലുണ്ടാവുമോ, വീടുമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെയായിരിക്കും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഭാവങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് ചിന്തിക്കാൻ. പത്താം ഭാവം ആറാം ഭാവത്തിൽ നിൽക്കുന്നവർക്ക് കർമ്മസ്ഥാനത്ത് ഒരുപാട് ശത്രുക്കൾ എല്ലാവരും നേരിടേണ്ടി വരുന്നതാണ്. ഇപ്പോഴത്തെ ഭാഷയിൽ ഒരുപാട് ആരോഗ്യങ്ങളാണ്. അപ്പൊ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ ആറാം ഭാവാദികളുടെ സമയത്ത് പത്താം ഭാവത്തിലെ ആറാം ഭാവാദികളുടെ സമയത്ത് എനിക്ക് കർമ്മസ്ഥാനത്ത് വളരെ വരാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി കൃത്യമായിട്ട് ഇരിക്കാം. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അനുഭവത്തിനെ കാലങ്ങൾ മനസ്സിലാക്കാനാണ് ജാതകം. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ. അല്ലാതെ ഇതിനെ നമ്മൾ അടിമപ്പെട്ടു പോകരുത്. ഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ടു പോകരുത്. ഇതിനെ അന്ധമായിട്ട് ആശ്രയിക്കരുത്. ഒരു ഗൈഡൻസ് മാത്രമാണ്. അത് വേണം മനസ്സിലാക്കാൻ. പലരും പലരും തൊഴിലിൽ സംതൃപ്തരല്ല, പുരോഗതിയില്ല എന്നൊക്കെ പറയുന്നത് ഈ പത്താം ഭാവവുമായിട്ട് ചേർന്ന തൊഴിലല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈയിടെ ഒരു വീഡിയോ അദ്ദേഹത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന തൊഴിലാണ് ചെയ്യുന്നത്. വേറൊരു തൊഴിലാണ് ബിസിനസ്സാണ്, ബിസിനസ്സാണ് എന്നാണ് പറഞ്ഞത്. നമ്മൾ നോക്കി കഴിയുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ ചെയ്യുന്ന അതേ തൊഴിൽ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് ബന്ധിച്ചാൽ മതി. നമ്മള് നോക്കണം. നമ്മൾ ഫീസിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന തൊഴിലിന് മാറാനല്ല പറയുന്നത്. തൊഴില് ശരിക്കും എന്റെ കർമ്മസ്ഥാനമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കണം ഇങ്ങനെയാണ് നോക്കുന്നത്. ചിലവർ പോലീസ് അല്ലെങ്കിൽ പട്ടാളത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടോ, പക്ഷെ അവിടെ രാവിലെ നോക്കുമ്പോൾ അവര് ടീച്ചർമാരാവാത്ത ആൾക്കാരായി ഡോക്ടർമാരൊക്കെ ആകും. അപ്പൊ രാവിലെ നോക്കുമ്പോൾ താല്പര്യമില്ല, നമ്മൾ വന്ന് പെട്ടുപോയി, ഇനിയിപ്പോ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾ ഇതേ സ്ഥലത്ത് തന്നെ ഇതേ കോഴ്സ് തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ പോകും. അവർ നിങ്ങൾക്ക് തരും. അപ്പൊ അവർ ട്രാൻസ്ഫർ വാങ്ങിപ്പോയിട്ട് അവിടെ ജോലി ചെയ്യാനായിട്ട് അങ്ങനെ അനുഭവം തരിക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കർമ്മസ്ഥാനത്ത്
ചെറിയ ജോലിക്ക് എനിക്ക് ഗവൺമെന്റ് ജോബിന് ചാൻസ് ഞാൻ ഗവൺമെന്റ് ജോബ് കിട്ടും എനിക്ക് ഗവൺമെന്റ് ജോബ് കിട്ടുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ രാവിലെ ഗവൺമെന്റ് ഇല്ല അന്നുള്ളത് രാജാക്കന്മാരാണ്. അപ്പം ശാസ്ത്രത്തിൽ നോക്കുമ്പോൾ രാജപ്രീതി എന്നൊക്കെ കാണും. അപ്പം അതിന് ചേരാൻ ജനയോഗമാണോ അതാണ് നോക്കുന്നത്. അപ്പൊ അത് ചൊവ്വ ഗുരു സൂര്യനൊക്കെ സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ ഗ്രഹങ്ങളുമായിട്ട് ബന്ധിച്ചിട്ട് പഠിക്കുമ്പോൾ കുറെ വിശദമായിട്ട് പഠിക്കാൻ ഒത്തിരി പഠിക്കാനുണ്ട്. ഒരു ചോദിക്കും എന്റെ ഭാവത്തിൽ ഗ്രഹമില്ല എന്ന് ചെയ്യും. അപ്പൊ നമ്മൾ ഭഗവാനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ഗ്രഹത്തിൽ ഇങ്ങനെ എവിടെ ഭഗവാൻ പറയുന്നത് ഇത് മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഇപ്പം ബേസിക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടി സ്കൂളിൽ പഠിക്കുന്നത് പോലെ അവിടെ നമ്മൾ ABCDEF ഒക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് വാക്കുകളായിട്ട് പഠിക്കും, പിന്നെ സെന്റൻസ് ആയിട്ട് പഠിക്കും, പിന്നെ പാരഗ്രാഫ് പഠിക്കും, പിന്നെ അത് വായിച്ച് സമ്മറി എഴുതാൻ പഠിക്കും. ഇങ്ങനെ വളരെ ക്രമാനുഗതമായിട്ടുള്ള ഒരു പഠനമാണ്. അതുപോലെ തന്നെയാണ് ജ്യോതിഷം. കുറച്ചുകൂടി സ്ലോ ആയിട്ടുള്ളത്. സ്ലോ ഇൻസ്റ്റന്റ്. അപ്പൊ എന്താണ് ചെയ്യുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം. 10ാം ഭാവം ജീവിതത്തിലെ ഒരു ജീവിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ് കർമ്മം എന്ന് പറഞ്ഞാൽ തെറ്റത് മുതൽ നൈതിക വരെ കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർമ്മത്തിൽ ഒരു ശൃംഖലയാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10ാം ഭാവം എത്രത്തോളം പ്രധാനപ്പെട്ടാണെന്ന് മനസ്സിലാവും. 10ാം ഭാവമാണ്